ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ ശംഖുമുഖം ദേവീക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കമായി. തന്ത്രിമുഖ്യൻ കുഴിക്കാട്ടില്ലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകളോടെയാണ് 10 നാൾ നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിന് തുടക്കമായത്. മാർച്ച് 24-ന് ആരംഭിച്ച മഹോത്സവം ഏപ്രിൽ 2-ന് സമാപിക്കും. ചടങ്ങിൽ ജനം TV മാനേജിംഗ് ഡയറക്ടറും ഉദയസമുദ്ര ഗ്രൂപ്പ് ചെയർമാനുമായ ചെങ്കൽ എസ് രാജശേഖരൻ നായർ മുഖ്യാതിഥിയായി. വായ്ക്കുരവയുടെയും പഞ്ചവാദ്യ മേളഘോഷങ്ങളുടെയും നാദമുഖരിതമായ പുണ്യനിമിഷത്തിൽ ശംഖുമുഖം ദേവിയുടെ തൃക്കൊടിയേറ്റ് മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രത്തിൽ നടന്ന താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾക്ക് തന്ത്രിമുഖ്യൻ കുഴിക്കാട്ടില്ലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകി. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഒട്ടേറെ വൈവിധ്യമുള്ള ക്ഷേത്രമാണ് ശംഖുമുഖം ദേവീക്ഷേത്രം. ഇവിടുത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞത് പൂർവ്വജന്മസുകൃതമായി കരുതുന്നുവെന്ന് തന്ത്രി പറഞ്ഞു. അങ്കുരാതി ഉത്സവം ഏറെ ശ്രേഷ്ഠമാണ്. വളരെ കുറച്ച് അമ്പലങ്ങളിലേ അത് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ആ അങ്കുരാതി ഉത്സവത്തിനാണ് ഇപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹത്താൽ കൊടി കയറിയിരിക്കുന്നത്. ഇനി 5-ാമത്തെ ദിവസം, ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും 2-ാം ഉത്സവം തൊട്ട് 9-ാം ഉത്സവം വരെ നിത്യനവകവും കൂടിയുള്ള ഒരു വൈശേഷികത്വം പേറുന്ന സങ്കേതവും ദേവതയുമാണിത്. നിത്യവും നവകമുണ്ട്, 365 ദിവസവും നവവും പഞ്ചമയുണ്ട്. ഒരു കാലത്ത് ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഹൂർത്തം ജനം TV മാനേജിംഗ് ഡയറക്ടർ ചെങ്കൽ എസ് രാജശേഖരൻ നായർ ഓർത്തെടുത്തു. തന്റെ മാതാവിന്റെ വലിയ സ്വപ്നമായിരുന്നു ക്ഷേത്ര പുനരുദ്ധാരണമെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 8-10 വർഷം മുമ്പേ ഇതൊരു ആൾക്കാർ വേസ്റ്റ് ഇടുന്നതും കമ്പൗണ്ടിനകത്ത് വേസ്റ്റ് ഇടുന്നതും ഒരു ക്ഷേത്രത്തിലെ പൂജാരി മേൽശാന്തിക്ക് പണിഷ്മെൻ്റ് കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ട് മാറ്റും. കാരണം ഇവിടെ പബ്ലിക് വരില്ല, ഇൻകം ഇല്ല. അങ്ങനെയുള്ള ക്ഷേത്രമായിട്ടൊക്കെ ഇരുന്ന സമയത്താണ് എൻ്റെ അമ്മ എൻ്റെ കൂടി പറഞ്ഞു, മോനെ ഈ ക്ഷേത്രം ഇങ്ങനെ അല്ലല്ലോ. അതിനുശേഷം ഞാൻ കുറേ വർഷം ഇതിൻ്റെ പിറകെ നടന്ന് ദേവസ്വം നല്ലതായിട്ട് നമുക്കൊരു പെർമിഷൻ തന്നതിൻ്റെ ചുറ്റമ്പലവും അലങ്കാര ഗോപുരമൊക്കെ ചെയ്യുന്നതിന് വളരെ നല്ല രീതിയിൽ അത് ചെയ്തു. ഇന്ന് ഇതൊരു ഡിമാൻഡുള്ളൊരു ക്ഷേത്രമായിട്ട് മാറി. പൂജാരിമാർക്കല്ല, ഒരുപാട് ഭക്തർ വരുന്നു. വളരെ ഒരു ഐശ്വര്യം പോസിറ്റീവുള്ള ക്ഷേത്രങ്ങളാണ്. ശംഖുമുഖം ദേവിക്ക് പത്മനാഭസ്വാമിയുടെ സോദരി സ്ഥാനമാണ് എന്നാണ് സങ്കല്പം. അൽപ്പശി പൈങ്കുനി ഉത്സവ ആറാട്ടുകൾക്ക് ക്ഷേത്രവുമായി വലിയ പ്രാധാന്യമാണുള്ളത്. ശംഖുമുഖം ദേവി ക്ഷേത്രം വളരെ പ്രശസ്തവും ചിരപുരാതനവുമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീ പത്മനാഭ സഹോദരിയാണ്. ഇത് ഇവിടെ ആറാട്ട് നടക്കുന്ന വർഷത്തിൽ 2 വർഷവും ഈ തിരുനടയിൽ വന്ന് ദക്ഷിണ വച്ച അനുവാദത്തോടു കൂടിയാണ് 2 പ്രാവശ്യവും ഇവിടെ നമ്മുടെ ശംഖുമുഖം ആറാട്ടുകടവിൽ ആറാട്ട് നടക്കുന്നത്. ഈ ക്ഷേത്രം ആഴിയുടെ കടലിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടിട്ട് ചൈതന്യത്തിൽ വളരെ മുൻപിലാണ് ഈ ക്ഷേത്രം. സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നെല്ലാം ശംഖുമുഖത്തെയും അനന്തപുരിയെയും സംരക്ഷിക്കുന്നത് ദേവിയുടെ കടാക്ഷമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഓക്കി വളരെയധികം സുനാമി, പല ദുരന്തങ്ങളും, കടലാക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശംഖുമുഖത്ത് അമ്മ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം റോഡ് കടന്ന് ഇങ്ങോട്ട് കയറാറില്ല. ഞങ്ങളെ എന്നും ഈ തിരുവനന്തപുരത്തുകാരെ കടലാക്രമണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഈ ദുർഗാദേവിയാണ് എന്നൊരു വിശ്വാസം തന്നെയുണ്ട്. കൂടാതെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു വിശ്വാസമാണ് ഇവിടുത്തെ കിണറ്റിലേക്ക് ഒരു
പാളയും കയറും, അതായത് തൊട്ടിയും കയറും നിവേദിക്കുന്നവർക്ക് ആസ്മ രോഗത്തിൻ്റെ ഒരു ചികിത്സ കൂടിയായി മാറുന്നതാണ്. ദേവിയുടെ തൃക്കടാക്ഷത്തിനായി നിരവധി പേരാണ് ദിനവും ക്ഷേത്രത്തിൽ എത്തുന്നത്. ഇവിടുത്തെ ദേവിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം ശക്തിയുള്ള, വളരെ സത്യസ്വരൂപിണിയായിട്ട് ഈ പ്രദേശം മുഴുവനും, പണ്ട് തിരുവനന്തപുരത്ത് ഒരു കല്യാണങ്ങൾ നടന്നിരുന്നെങ്കിൽ പോലും അത് ഇവിടെ ശംഖുമുഖത്ത് വെച്ചാണ്. പഴയ പുരാതനമായ ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഇവിടെ വെച്ചാണ് കല്യാണങ്ങളെല്ലാം നടന്നിരുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ദേവിയുടെ നടയിൽ വരുന്നു. നേരത്തെ തന്ത്രി പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ഉള്ളൊരു ക്ഷേത്രമാണ്. അതിവിടെ വരുമ്പോൾ മനസ്സിലാകും. തൃക്കൊടിയേറ്റ മഹോത്സവത്തിന്റെ ഭാഗമായി ദീപപ്രഭയാൽ മുഖരിതമാണ് ക്ഷേത്രവും പരിസരവും. ക്ഷേത്രാചാരങ്ങൾക്ക് പുറമെ വിവിധ കലാപരിപാടികളുമായി 10 നാൾ നീണ്ടു നിൽക്കുന്ന തൃക്കൊടിയേറ്റ് മഹോത്സവം ഏപ്രിൽ 2 നടക്കുന്ന ആറാട്ടെഴുന്നള്ളത്തോടെ സമാപിക്കും. ജനം, തിരുവനന്തപുരം.